അപ്പുറത്ത് ആൻറ്റി ബംഗ്ലാദേശ്, ആൻറ്റി ഇന്ത്യ ഇപ്പുറത്ത്. ഞാൻ ഇന്ത്യക്കാരെ കുറ്റപ്പെടുത്തി പറയുമല്ല. അതായത് മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇന്ത്യക്കാർക്ക് പൊതുവെ വളരെ കുറവാണ്. വലിയൊരു ശതമാനം, എല്ലാവരുടെയും കാര്യമല്ല. ഒരാളെ ആൾക്കൂട്ടക്കൊലയിലും കൊല്ലുന്നു. അവിടെ പോലീസ് അന്വേഷണം നടത്തും. ഒരു പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സമയത്ത് അറസ്റ്റ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പം അവിടെ അൺഐഡൻറ്റിഫൈഡ് ആണെന്ന് പറയുന്നു, അത് വേറൊരാളെ കൊല്ലുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സോഷ്യൽ മീഡിയ അവരെ കൊന്നത് ഇന്ത്യക്കാരാണ്, അജ്ഞാതനാണ്, അത് മുഴുവനും അവിടെ സോഷ്യൽ മീഡിയ ഗ്ലോബലൈസ്ഡ് ആണ്. അതവിടെ നോക്കുകയാണ് അവർ തിരിച്ച്. അത് ഓരോന്നും കാണുമ്പോഴത്തേക്ക് അവിടെയുള്ള ഇന്ത്യക്കാരെ അടിക്കുന്നു. ഇന്ത്യ അവരുടെ വിസ സസ്പെൻഡ് ചെയ്തു ചിറ്റഗോങ്ങിലുള്ള നമ്മുടെ കോൺസുലേറ്റിൽ. തിരിച്ച് ബംഗ്ലാദേശും വിസ ഓപ്പറേഷൻ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നില്ല. ടിറ്റ് ഫോർ ടാറ്റ്. ആലോചിക്കണം. അതാണ് ഞാൻ പറഞ്ഞ ബന്ധം ഏറ്റവും വഷളായി, രൂക്ഷമായ രീതിയിലായി, തിളയ്ക്കുന്ന രീതിയിലായി. അഡ്മിനിസ്ട്രേഷനേക്കാളുപരി രണ്ടു കൂട്ടം ഇവിടെ ജനങ്ങളാണ്. പാകിസ്ഥാന്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആയി. ചൈന സൈഡിൽ ഇരുന്ന് കൈയടിക്കുന്നു, നേപ്പാള് കൈയടിക്കുന്നു. ആരാ ഹാൻഡിക്യാപ്ഡ്? ഇന്ത്യയും ബംഗ്ലാദേശും. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, വലിയ ഗ്രോത്തുള്ള രാജ്യം, എക്കണോമിക് ഗ്രോത്തുള്ള രാജ്യം, ഇതേപോലെ കൂതറ കേസുകളുമായി പോയി. ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇവിടെ സംഘപരിവാർ ചില മുസ്ലിങ്ങളെ അടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ അടിക്കുന്നു. ഇതൊക്കെ ഇവരുടെ ധാരണ. ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നിങ്ങൾ മനസ്സിലാക്കി, ഇവിടെ എത്ര മുസ്ലിങ്ങളെ നിങ്ങൾ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള പല രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കളുണ്ട്, അവർക്കെങ്ങനെ പിന്നെ സ്വസ്ഥത കിട്ടുന്നത്? അതാ പറഞ്ഞ ആ ബോധം പോലും ഇല്ലാത്തവരാണ് വലിയൊരു വിഭാഗം ഇന്ത്യക്കാരും. ബോംബ് ചെയ്യുക, റഫേലെ വിട്ട് ഢാക്കയിൽ ബോംബ് ചെയ്യുക, അവിടെ ബോംബ് ചെയ്യുക, ബംഗ്ലാദേശ് രണ്ടാക്കി. ഇവിടെയുള്ള തേർഡ് റേറ്റഡ് മലയാളം യൂട്യൂബ് ചാനലൊക്കെ പറഞ്ഞില്ല, ബംഗ്ലാദേശിനെ ഇപ്പോൾ രണ്ടാക്കാൻ അജിത് ഡോവൽ പോകുന്നു, മൂന്നാക്കാൻ പോകുന്നു, അവിടെ പ്രശ്നമുണ്ടാക്കാൻ പോകുന്നു. കാരണം അവനും അത്രേ ഉള്ളൂ ബോധം. ഇന്ത്യക്ക് പാകിസ്ഥാനെ ചെയ്യാൻ പറ്റും, ബലൂച്ചുമായിട്ട് അഫ്ഗാൻ ആ ബോർഡറിൽ.